അച്ഛനോ? സ്തുതിയായിരിക്കട്ടോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുരുകേശൻ എന്നാ പറ്റി ഇത്രയും സ്പീഡിൽ പോകാൻ? എനിക്ക് ജെയിംസ് ഏട്ടന്റെ വീട്ടിലോട്ടൊന്ന് പോകണം. അത് കഴിഞ്ഞ് കമ്പനി പോണോ അച്ഛാ? മുതലാളിയൊക്കെ എന്നാ പറയുന്നുണ്ടോ? സുഖമായിട്ടിരിക്കുന്ന അച്ഛോ. പക്ഷെ കാലപാടം കൂലി തരത്തില്ല. അച്ഛനൊന്ന് ഉപദേശിക്കണം. അച്ഛൻ ഇങ്ങനെ നടന്നു പോകാതെ ഒരു കാറൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ഇടയ്ക്ക് എനിക്കും അച്ഛന്റെ വണ്ടിയിലൊന്ന് കയറി നടക്കായിരുന്നു. ഈ പാവം ബ്രൈറ്റ് അച്ഛന് എവിടെന്നാ ഇതിനും മാത്രം കാശ്? പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു. അച്ഛനെ പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അച്ഛോ. ഞാൻ പോട്ടെ. എന്നായാലും വണ്ടി കംപ്ലൈന്റ് ആയത് നന്നായി. അതെന്താ ഒരാളെ അങ്ങനെ പറഞ്ഞു? ജെയിംസിനെ തീരെ വയ്യാണ്ടിരിക്കുക. എന്നാ പറ്റി? അവനെ കാര്യമായിട്ടൊന്ന് സഹായിക്കേണ്ടി വരും. സഹായിക്കണം. മുതലാളി എന്താ ഇത്രയും നാളായിട്ട് സഹായിക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചിട്ടിരുന്നു. ചാണ്ടിയെ ഓ ഈ എനിക്കിട്ടുണ്ടാക്കാതെ വണ്ടിക്കിട്ടുണ്ടാക്കാൻ കേട്ടോ. ഞാൻ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ചെറിയ എനിക്കത് കേൾക്കാൻ വയ്യ. ഒന്ന് മരിക്ക് പണിയെടുക്കാ പറഞ്ഞത്. ഒന്ന് മുറുക്കേ അല്ലെങ്കിൽ പോരട്ടെ. കൂലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകണം, അല്ലെങ്കിൽ നോക്കിയിരുന്നോ? അതെ, ഞാൻ പറഞ്ഞ കാര്യം പോയി നീ ചോദിക്കണം കേട്ടോ. ജോലിക്ക് മര്യാദക്ക് ജോലിയല്ലേ എടുക്കുന്നത്? എന്താ അവിടെ അടക്കം പറിച്ചില്ലേ? ഒന്നുമില്ല. സമയത്ത് ജോലി തീർത്തില്ലെങ്കിൽ മുതലാളിയുടെ വലിയ കേൾക്കണം ഞാനാ. നിങ്ങളല്ലാണ്ട് മര്യാദക്ക് പണി. ജോലിയല്ലേ ഇവിടെ നടക്കുന്നത്? കൂലിയില്ലാത്ത ഒരു ജോലി. മുതലാളിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മുതലാളി വന്നു കഴിഞ്ഞല്ലോ. ചേട്ടൻ പിന്നെ മുതലാളി എന്നെ വണ്ടി എല്ലാരും കൂടെ സിനിമ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണോ? പണി അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ പിള്ളേരെ. നിനക്ക് പഴയ സ്പീഡൊന്നും ഇല്ലല്ലോ കിളുന്നതിന്. കനകവല്ലിയേ, എന്നാ ഒരു ക്ഷീണം? കൂലി ഇച്ചിരി കൂട്ടി തരുവാണെങ്കിൽ ക്ഷീണം മാറും. കൂലി മാത്രമല്ല, ഞാൻ ജോലിയും എല്ലാവർക്കും കൂട്ടി തരാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും ഹാപ്പി അല്ലേ? ചേട്ടനോട് പൊക്കോളാം. നീ എന്നെ ഉണ്ടാക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എടാ ഏലൊക്കെ കയറ്റി ഇവിടെ വണ്ടി അവിടെ ഒന്നും കിടക്കില്ലൂടാ. നീ എന്നെ ഉറച്ചിക്കൊണ്ടിരിക്കണോ ഇവിടെ? നീ എന്നെ നിന്റെ കെട്ടികളെടുത്തുന്ന ജോലിയുള്ളൂ. പോയാ ലോഡ് കയറ്റി വിടണം. നിങ്ങൾ പണിയെടുത്തോ, ഒന്ന് ആഞ്ഞു പിടിച്ചോ കേട്ടോ. എടാ ജെയിംസേ, തന്റെ പിള്ളേരുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു. തന്റെ പെണ്ണുമ്പിളിപ്പം വേറെ എവിടേക്ക് വീട്ടുവേലയ്ക്ക് പോകുന്നു കേട്ട്. ജീവിക്കേണ്ട മുതലാളി, കുറഞ്ഞ കൂലിയല്ലേ ഉള്ളൂ. എടാ അങ്ങനെ എന്നായെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്നായെങ്കിലും പണിയെടുത്താൽ ഞാൻ ന്യായമായ ശമ്പളം തരുത്തി. നമ്മൾ എന്നും കാണാൻ തുടങ്ങിയാവുന്നോടാ. ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. പണി നടക്കട്ടെ കേട്ടോ. വണ്ടി എടുക്കടാ. മോളെ, ആ ജെയിംസ് ചേട്ടൻ ഉണ്ടായിരുന്നപ്പോ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു. ഇപ്പൊ ഞാൻ രണ്ടുപേരുടെ പണി ഒന്നിച്ചെടുക്കണം. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കി. കാലപാടൻ ഇരിക്കപ്പെടുന്ന തരത്തില്ലല്ലോ. മുതലാളി, ഇതിപ്പോ തീരും മുതലാളി. നീ ഇവിടെ എന്നാ ഉണ്ടായിക്കൊണ്ടിരിക്കണ? മുതലാളി, കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ജനറേറ്റർ എന്നാ വളർത്താനാണ് ഇവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത്? ഡീസൽ തീർന്നു പോയി. ഡീസൽ തീർന്നെങ്കിൽ മേടിക്കണം. നീ എന്നാ ഞാൻ വന്ന് മേടിച്ചു തരണോ? ഇവിടെ നിനക്കൊക്കെ എന്നാണ് ഇവിടെ പണി? എടാ വണ്ടി വന്ന് അവിടെ കിടക്കുക, ലോഡ് കയറ്റി ബോംബയ്ക്ക് വിടേണ്ടതാ. സേട്ട് അവിടുന്ന് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ അഡ്വാൻസ് മേടിച്ചതാ. നീ എന്താ തമാശ കളിക്കണം? എത്രയും പെട്ടെന്ന് സാമാനം ഉണ്ടാക്കി ഉണക്കി എടുത്തോണം. പറഞ്ഞാട്ടോ, പോയി പണിയെടുക്കണം. വിളിച്ചു അവിടെ പുള്ളിത്തിനാണ്.